എല്ലാവർക്കും വെബ്മാഷിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ HTML ഉപയോഗിച്ച് സിമ്പിളായി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. നിങ്ങൾക്ക് HTML എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLൻ്റെ പൂർണ്ണരൂപം. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ് HTML. ഇതിനു വേണ്ടി നമ്മൾ HTML ടാഗ്സ് ആണ് ഉപയോഗിക്കാറ്. ഒരു സ്റ്റാർട്ട് ടാഗും ഉണ്ട്, എൻഡ് ടാഗും ഇതിലുണ്ട്. HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വെബ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററുകൾ ആവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റത്തിൽ നോട്ട്പാഡും വേഡ്പാഡും ഒക്കെ ഉണ്ട്. ഈ ടെക്സ്റ്റ് എഡിറ്ററുകൾ മതി നമുക്കൊരു വെബ് പേജ് ഉണ്ടാക്കാൻ. പക്ഷേ നമ്മുടെ ടൈപ്പിങ്ങിന് എളുപ്പത്തിനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയാക്കാൻ സഹായിക്കുന്ന വെബ് എഡിറ്റർ സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഫ്രീവെയറുകളായ വെബ് എഡിറ്ററുകളെ കുറിച്ച് ഞാൻ പറയാം. സബ്ലൈം ടെക്സ്റ്റ്, അഡോബിൻ്റെ ബ്രാക്കറ്റ്സ്, നോട്ട്പാഡ്++, ഇനിയും ധാരാളം ഉണ്ട്. ഇതിൽ സബ്ലൈം ടെക്സ്റ്റും അഡോബിൻ്റെ ബ്രാക്കറ്റ്സും macOS വെർഷനിലും അവൈലബിൾ ആണ്. ഇവയൊക്കെ ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ ലേറ്റസ്റ്റ് വെർഷൻ നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അഡോബിൻ്റെ ബ്രാക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു വെബ് എഡിറ്റർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം നമുക്ക് സിമ്പിളായി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെബ് പേജിൽ ഇതുപോലെ വെബ്മാഷ് എന്ന ഹെഡിങ്ങോട് കൂടി HTML ബേസിക്സ് മലയാളം ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന് വരുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ കയ്യിലുള്ള ഒരു വെബ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് HTML എന്ന എലമെൻറ്റ് അല്ലെങ്കിൽ HTML എന്ന ടാഗ് ആണ് കൊടുക്കേണ്ടത്. വെബ് പേജിലെ കണ്ടൻറ്റ് ബ്രൗസറിൽ എങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ HTML ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റ്. ഈ എലമെൻറ്റ്സിൽ ഒക്കെ ആംഗിൾ ബ്രാക്കറ്റിൽ ആണ് കൊടുക്കുന്നത്. ഇതിന് ഒരു ക്ലോസ്ഡ് ടാഗും ഉണ്ടായിരിക്കും. ക്ലോസ്ഡ് ടാഗ് ആക്കാൻ എലമെൻറ്റിൻ്റെ തൊട്ടു മുമ്പിലായി സ്ലാഷ് കൂടി ചേർക്കുക. ഈ HTML എന്ന ടാഗിനുള്ളിലാണ് ബാക്കി ആവശ്യമുള്ള ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് കൊടുക്കേണ്ടത്. അടുത്തത് ഹെഡ് എന്ന് പറയുന്ന എലമെൻ്റ് ആണ് കൊടുക്കുന്നത്. ബ്രൗസറിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഹെഡ് ടാഗ് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങളുടെ വെബ് പേജിൽ വിസിബിൾ ആകില്ല. അതിനുദാഹരണമാണ് അടുത്തതായി നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ എന്ന എലമെൻറ്റ്. ഈ എലമെൻറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ് പേജിന് ടൈറ്റിൽ കൊടുക്കാനാണ്. ഇതിൻ്റെ അവസാനം കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അടുത്തതാണ് ബോഡി എന്ന് പറയുന്ന എലമെൻറ്റ്. ഈ എലമെൻറ്റ് നമ്മുടെ വെബ് പേജിൽ എന്ത് വിസിബിൾ ആകണം എന്നതിന് വേണ്ടിയുള്ള എലമെൻ്റാണ്. ഇനി നമുക്ക് കുറച്ച് വലുതായി വെബ്മാഷ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കണം. ഇവിടെ നമുക്ക് H1 എന്ന ടാഗ് കൊടുക്കാം. നമുക്ക് വേണ്ട സൈസിനനുസരിച്ച് H1 മുതൽ H6 വരെ എന്നിങ്ങനെ ഹെഡിങ് ടാഗുകൾ ഉണ്ട്. H1 പകരം നിങ്ങൾക്ക് H6 വരെ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് ടാഗിനെ പറ്റി നല്ലതുപോലെ മനസ്സിലാകും. വേറൊന്നുമില്ല, ആ H1 എന്നുള്ള നമ്പർ മാറ്റി H1, H2, H3, H4 അങ്ങനെ. അടുത്തതായി നമുക്ക് പാരഗ്രാഫ് കൊടുക്കണം. അതിനായി P എന്ന ടാഗ് കൊടുക്കാം. ഈ ടാഗിനുള്ളിൽ നമുക്ക് വേണ്ട HTML ബേസിക്സ് മലയാളം ട്യൂട്ടോറിയൽസ് ഫോർ ബിഗിനേഴ്സ് എന്ന് കൊടുക്കാം. നമുക്ക് വേണ്ട കണ്ടന്റുകളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അതിനായി ഫയലിൽ പോയി സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ index.html എന്ന ഫയൽ നെയിമോട് കൂടി സേവ് ചെയ്യാൻ ശീലിക്കുക. എപ്പോഴും ഡീഫോൾട്ടായി ഹോം പേജ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഫയൽ നെയിമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഒരുപാട് വെബ് പേജസ് ആവശ്യമായിട്ട് വരും. നമ്മുടെ ഡൊമൈനിൽ അല്ലെങ്കിൽ നമ്മുടെ URL അഡ്രസ്സിലെ അതിൽ കയറുമ്പോൾ ആദ്യം ലോഡ് ആകുന്ന പേജാണ് ഹോം പേജ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേജ് തന്നെ ഹോം പേജായി വരാൻ ആ പേജിൻ്റെ ഫയൽ നെയിം നമ്മൾ ഇൻഡെക്സ് എന്ന് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് സേവിലോട്ട് തന്നെ വരാം. നമ്മൾ ചെയ്ത HTML ഫയൽ സേവ് ചെയ്തതിന് ശേഷം അതൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത വെബ് പേജുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ് ഫയൽ. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാൻ ഒന്നുകൂടി പറയാം. ഇത് HTML ടാഗ്. HTML ഡോക്യുമെൻറ്റിൻ്റെ തുടക്കവും അവസാനവും ഈ എലമെൻറ്റ് കൊടുക്കണം. ഇതിനുള്ളിൽ വേണം ബാക്കിയുള്ള എലമെൻറ്റ്സ് കൊടുക്കാൻ. അടുത്തത് ഹെഡ് ടാഗ്. ഇതിനുള്ളിൽ കൊടുക്കുന്നത് ബ്രൗസറിൽ വിസിബിൾ ആകില്ല. ഈ ടാഗിനുള്ളിലാണ് നമ്മുടെ പേജിന് വേണ്ട സ്റ്റൈൽസ്, CSS പ്രോപ്പർട്ടീസ്, ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയി അടുത്ത വീഡിയോ പറയുന്നതാണ്. എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഇപ്പോൾ നമ്മൾ ഹെഡ് ടാഗ് ടൈറ്റിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നു.
ടൈറ്റിൽ എലമെൻ്റ് ആണ് അടുത്തത്. അതുപോലെ ബ്രൗസറിൽ ടൈറ്റിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ഈ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിളിൽ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ടൈറ്റിലായിട്ട് വരത്തില്ലേ, അത് ഈ ടാഗിൽ കൊടുക്കുന്നതാണ്. അടുത്ത എലമെൻ്റ് ആണ് ബോഡി. ഒരു വെബ് പേജിൽ എന്തൊക്കെ വിസിബിൾ ആകണം എന്നത് കൊടുക്കാനാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെബ് പേജിൽ കാണിക്കേണ്ട കണ്ടൻറ്റ് ഈ ടാഗിൽ വേണം കൊടുക്കാൻ. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ വൈറ്റ് ഏരിയ ആണ് ബോഡി. ഇതിനുള്ളിൽ H1 എന്ന ഹെഡിങ് ടാഗും P എന്ന പാരഗ്രാഫ് ടാഗും ബ്രൗസറിൻ്റെ ടാബിൽ വെബ്മാഷ് എന്ന് വരാൻ ടൈറ്റിൽ എന്ന ടാഗിൽ വെബ്മാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. HTML5, HTML ലിങ്ക്സ്, HTML ഇമേജസ്, ഫോൺ സ്റ്റൈല്, ഫോൺ കളറ്, HTML ലിസ്റ്റ് എന്നിവയെ പറ്റിയുള്ള അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനായി ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാം. ഇതിലെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് എന്നോട് പങ്കുവെക്കാം. അടുത്ത വീഡിയോയിൽ ഈ മിസ്റ്റേക്സ് ഞാൻ തിരുത്തുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.